എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1914 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് IFPHല് നമ്മുടെ സർക്കാർ തലത്തിലുള്ള ആശുപത്രികളുടെ പ്രവർത്തനത്തെ കുറിച്ച് 2 സെഷൻ വെച്ചിരുന്നു. ഒന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയും 2 തൃശ്ശൂർ ജില്ലാ ആശുപത്രിയും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയും പലരും അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ പ്രൈവറ്റ് തലത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ധാരാളം പേര് വളരെ മിടുക്കരായിട്ട് പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ ഇത് സമൂഹത്തിന്റെ കണ്ണിൽ അത് പോരാ. നമുക്കൊരെന്ത് പറയാൻ, ഈ ഉത്സവത്തിന് ആന എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞ പോലെ കുറെ വിഗ്രഹങ്ങൾ സ്ഥാപനങ്ങൾ നമുക്ക് വേണം, ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ വേണം. തീർച്ചയായിട്ടും ആ രംഗത്ത് നമുക്ക് മധുസൂദൻ പണിക്കർ സാറിനോട് വലിയ കടപ്പാട് തന്നെയുണ്ട്. സാറ് ഒരു നല്ലൊരു ആശുപത്രി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്ന് പങ്കുവെക്കുകയാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത്. സായി പ്രകാശ് ആശുപത്രി, ആറാട്ടുവഴി, ആലപ്പുഴ. അപ്പം ഹോമിയോപ്പതി സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ്. അപ്പൊ ഇതിനകത്ത് കുറെ സ്പെഷ്യാലിറ്റികൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അത് ക്ലിനിക്കൽ സൈക്കോളജി, സ്പീച്ച് തെറാപ്പി, സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഡേ കെയർ എന്നീ വിഭാഗങ്ങൾ കൂടാതെ അലോപ്പതി വിഭാഗത്തിൽ പൾമണോളജി, ഡെർമറ്റോളജി, കാർഡിയോളജി, പീഡിയാട്രിക്സ് എന്നിവയും ഡോക്ടർ സായിലാലിന്റെ നേതൃത്വം നടക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനും കൂടുതൽ എന്താ പറയാ ഭാവി പരിപാടികളെ കുറിച്ച് എല്ലാവരും അറിയിക്കാനുമായിട്ട് ആദരപൂർവ്വം നമ്മുടെ മധുസൂദൻ പണിക്കർ സാറേയും സാറിന്റെ മകൾ ലക്ഷ്മി സായിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാർ. മനോജ്, ആദ്യം ഡോക്ടർ ലക്ഷ്മി. ഈ സെന്ററിനെ പൂർണ്ണമായി മേലോട്ട് നയിക്കുന്നത് ഡോക്ടർ ലക്ഷ്മിയാണ്. ലക്ഷ്മി ആദ്യം വിളിക്കും. ലക്ഷ്മി ഡോക്ടറുണ്ട്. ഡോക്ടർ ഉണ്ട്. കേൾക്കാമോ സാർ? കേൾക്കാം. വീഡിയോ ഓൺ ആയില്ല. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സീനിയർ ഡോക്ടേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, ഡോക്ടർ മനോജ് സാർ പറഞ്ഞതുപോലെ സായി പ്രയാഗ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വിവരണമാണിന്ന്. ഇതിനൊരു അവസരം തന്ന IFPH ഭാരവാഹികൾക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. സായി പ്രയാഗ് ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് 2 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഒന്ന് പൾമനോളജിയും ഹോമിയോപ്പതിയും. പൾമനോളജിയുടെ കൂടെ ബാക്കി അലോപ്പതി OPs ഉള്ളത് ഡെർമറ്റോളജി ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്. ഹോമിയോപ്പതിയുടെ കീഴില് സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസൻസ് എന്ന സെന്റർ ഉണ്ട്, സ്പെഷ്യൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ളത്. അവിടെയുള്ള ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ്, അതിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി, സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പിയും വർക്കിംഗ് പേരൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഡേ കെയർ സിസ്റ്റവും ഉണ്ട്. തെറാപ്പി 45 മിനിറ്റ്സ് ആണ് പെർ തെറാപ്പി. ഇപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ 3-4 മണിക്കൂറത്തെ തെറാപ്പി ഉണ്ടാവും. ഇപ്പോൾ വർക്കിംഗ് ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ലീവ് എടുത്തിട്ടായിരിക്കും ഈ തെറാപ്പീസ് നടത്തുന്നത്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഡേ കെയർ സെന്റർ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സായി പ്രയാഗ് തുടങ്ങിയിട്ട് 5 വർഷമായി. 2020 സെപ്റ്റംബറിലാണ് സായി പ്രയാഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇനി പൾമനോളജിയുടെ കീഴിലായിട്ട് അലോപ്പതി ഫാർമസി ഉണ്ട്, പൾമണറി ഫംഗ്ഷൻ ലാബ്, അവിടെ സ്പൈറോമെട്രിയും ഫെനോ പോലുള്ള പൾമണറി ഫംഗ്ഷൻ അസസ് ചെയ്യുന്ന പൾമണറി ഫംഗ്ഷൻ ലാബ് ഉണ്ട്. പിന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ബയോകെമിസ്ട്രി ലാബ് ഉണ്ട്, ഹോർമോൺ എസൈസും ഒക്കെ നോക്കുന്ന ഫുള്ളി ഓട്ടോമേറ്റഡ് ബയോകെമിസ്ട്രി ലാബ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, പൾമണറി റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി. ഇതെല്ലാം പൾമണറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതാണ്. ഇനി ഹോമിയോപ്പതിയിലെ കീഴിലുള്ള ഈ സെന്ററിനെ കുറിച്ച് ഒരു വിവരണം തരുന്നതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊല്ലത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന ആൾക്കാര് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ, പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാം. ഉള്ളിലാണെന്നേ ഉള്ളു, അവിടെ ബോർഡൊക്കെ ഉണ്ട്.
ജസ്റ്റ് കാണുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും ആ വഴിക്ക് പോകുമ്പോൾ ഡോക്ടറെ ഒന്ന് വിളിച്ചാൽ മതി, കാണാൻ പറ്റും. ആഗ്രഹമുള്ള നല്ല ഡോക്ടർ എല്ലാവരും പോയി കാണണം എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അതെ അങ്ങനെ അതെ, ആലപ്പുഴയ്ക്ക് ഒരു ടൂർ വെച്ചിട്ട് ഈ പറഞ്ഞ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ദിവസം തന്നെ തീർച്ചയായിട്ടും പോകും. കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതെ, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും. ഹോംകോ ഉണ്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഹോസ്പിറ്റൽ, ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണുകയും നമുക്ക് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതെ ഡോക്ടർ, സ്ക്രീൻ ഷെയർ ആദ്യത്തെ സ്ലൈഡ് വന്നിട്ടുണ്ട്. അതെ, സെക്കൻഡ് സ്ലൈഡ്, തേർഡ് സ്ലൈഡ്. ഓക്കെ. ഓഡിബിൾ ആണോ സർ? ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. സൈൻട്രാഗ് ഹോസ്പിറ്റലിലെ സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസൻസിലെ ഓട്ടിസം, ADHD, പഠന വൈകല്യം, ഡെവലപ്മെന്റൽ ഡിലേ എന്നീ അസ്വസ്ഥതകളുള്ള കുട്ടികളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത ഹോമിയോപ്പതിയാണ് ട്രീറ്റ്മെന്റ് പാർട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ രീതികൾ കേൾക്കാവോ സർ? കേൾക്കാം. ഇവിടുത്തെ രീതികൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു നാഡീവികസന തകരാറുള്ള ഒരു കുട്ടി നമ്മുടെ OP-യിൽ വന്നു കഴിഞ്ഞാൽ ആ കേസ് എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി ചോദിച്ചതിന് ശേഷം ഡയഗ്നോസിസ് പാർട്ടിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വിടുകയാണ്. അവിടെയാണ് പ്രത്യേക ടൂൾസ് ഉപയോഗിച്ച് ആ കുട്ടികളെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്തതിനോടൊപ്പം അസസ്മെന്റും ചെയ്യും. അതായത് ഇപ്പൊ ഡിലേ ഉണ്ടെങ്കിൽ, ഓട്ടിസത്തിലും ADHD-യിലും അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികൾക്ക് ഏത് ഡെവലപ്മെന്റ് വരെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം 6 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ ഏജ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം ആ കുട്ടികൾക്ക് ഏതൊക്കെ തെറാപ്പി എടുക്കണം എന്നുള്ളത് നമ്മൾ തീർച്ചപ്പെടുത്തുകയാണ്. ഓരോ തെറാപ്പിയും 45 മിനിറ്റ് ആണ്. ആ തെറാപ്പിയോടൊപ്പം അവര് ഇപ്പം ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് 6 വയസ്സുണ്ട്, പക്ഷെ 3 വയസ്സാണ് അതിന്റെ ഡെവലപ്മെന്റൽ ഏജ് എങ്കിൽ അതിന് എന്തൊക്കെ തെറാപ്പി വേണം, അതിന്റെ അസ്വസ്ഥത അനുസരിച്ച് ഒക്കുപേഷണൽ തെറാപ്പി ആണോ, സ്പീച്ച് തെറാപ്പി ആണോ, ഏത് ഡെവലപ്മെന്റ് ആണ് അതിന് ഡിലേ ആയിട്ടുള്ളത്. സ്പീച്ച് ആണെങ്കിൽ സ്പീച്ച് ഏത് ഏജിൽ നിൽക്കുന്നു, 6 വയസ്സുണ്ടെങ്കിലും ഏത് ഏജിലാണ് അതിന്റെ സ്പീച്ച് നിൽക്കുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് ആണ് ഡിലേ എങ്കിൽ ഏത് ഏജിലാണ് അതിന്റെ മോട്ടോർ ഡെവലപ്മെന്റ് നിൽക്കുന്നത്. അതിനനുസരിച്ച് ഓരോ തെറാപ്പി, ഏതൊക്കെ തെറാപ്പി അതിന് എടുക്കണം എന്നുള്ളത് നിശ്ചയിക്കും.
ആ തെറാപ്പി ഓരോ തെറാപ്പിസ്റ്റും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആ കുട്ടിക്ക് ഒരു ഗോൾ ഇടും, മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ. ആ ഗോള് ചിലപ്പോൾ അത് 3 മാസത്തേക്കാവും. ആ 3 മാസത്തിലെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് അതിന്റെ കൂടെ സബ് ഗോൾസ് ഉണ്ടാവും. ഈ സബ് ഗോൾസ് 15 ദിവസമായിരിക്കും. അപ്പൊ അങ്ങനെ 3 മാസം കഴിയുമ്പോൾ ഓരോ തെറാപ്പിസ്റ്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഇംപ്രൂവ്മെന്റ് അസസ്മെന്റ് ചെയ്യും. അപ്പൊ ഇതിനോടൊപ്പം ഹോമിയോ ട്രീറ്റ്മെന്റും കണ്ടിന്യൂ ചെയ്യും. ഇംപ്രൂവ്മെന്റ് അസസ്മെന്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റും തെറാപ്പിയും കൂടെ ഈ 3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, അതായത് ആ കുട്ടി 3 വയസ്സുള്ള ഡെവലപ്മെന്റൽ ഏജിൽ നിന്ന് എത്രത്തോളം ഓരോ ഡൊമൈനിലും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. ഇങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും തെറാപ്പിയും അസസ്മെന്റും പോകുന്നത്. നമുക്ക് കഴിഞ്ഞ ഓണം സെലിബ്രേഷനിൽ നമ്മൾ 2 കുട്ടികളെ കംപ്ലീറ്റ്ലി വ്യത്യാസം വന്നിട്ട്, അതൊരു 3.5 വയസ്സിൽ നമ്മളോടൊപ്പം ചേർന്നിട്ട് ഇപ്പോ 4.5 വയസ്സ് 6 വയസ്സായപ്പോഴത്തേക്ക് അതിനെ നോർമൽ സ്കൂളിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ വെച്ചിരുന്നു. ആ കുട്ടി വളരെ ഹൈപ്പർ ആക്ടിവിറ്റിയും തീരെ സ്പീച്ച് ഇല്ലാതെയാണ് വന്നത് നമ്മളുടെ അടുത്ത്. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒപ്പിയിൽ വന്നപ്പോ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ചെന്ന് കടിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഉള്ള കുറെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഈ കുട്ടി ഒരു കാരണവും ഇല്ലാണ്ട് ഓടിപ്പോയി കടിക്കുകയാണ്. അപ്പൊ അത്രയും ഹൈപ്പറായിട്ട് വന്നതും നമുക്ക് തെറാപ്പിയും ട്രീറ്റ്മെന്റും, പ്രത്യേകിച്ച് ഹോമിയോ ട്രീറ്റ്മെന്റും കൊണ്ട് വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റി. ഇനി നേരത്തെ ഇതിനകത്ത് പറഞ്ഞു തെറാപ്പി പാർട്ടില് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി. സായി പ്രയാഗ് ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേകത സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി പ്രത്യേകിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പിയുടെ കൂടെയാണ് വരുന്നത്. എന്താണ് ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി എന്നുള്ളതും ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുട്ടികൾക്ക് സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ, പരിസ്ഥിതിയെ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, കുട്ടികൾക്ക് സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ ആശയവിനിമയ ശേഷിയും അവരുടെ ചിന്തിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കുക, സോഷ്യൽ സ്കിൽസ് വളർത്തിയെടുക്കുക മുതലായവയാണ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള കാര്യങ്ങൾ പല ഗ്രേഡ്സിലുണ്ട്. അപ്പൊ നമുക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കുക എന്നുള്ളതും അത് ഡിപ്പെൻഡ് ചെയ്താണ്. നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുന്ന പേരൻസിന് തീർച്ചയായിട്ടും അവരുടെ കുട്ടികളെ അറ്റ്ലീസ്റ്റ് അവരുടെ സെൽഫായിട്ടുള്ള അഡാപ്റ്റീവ് സ്കിൽസ്, തൻ്റെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർത്താൻ തീർച്ചയായിട്ടും ഒരു തെറാപ്പി സെന്ററിന് കഴിയും. ഇവിടെ പ്രധാനമായും സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയുടെ നേട്ടം എന്ന് പറയുന്നത് കുട്ടിയുടെ സമഗ്രമായ വികാസമാണ്. കുട്ടിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി വളരെ ഫലപ്രദമാണ്. കുട്ടിയുടെ ചിന്തിക്കാനുള്ള കഴിവ്, മോട്ടോർ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിനുള്ള കഴിവ്, ആശയവിനിമയ ശേഷി, സാമൂഹികമായി ഇടപഴകുന്നതിനുള്ള കഴിവ് മുതലായവ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. So this multi-sensory environment or sensory room is a safe, delightful, very engaging and interactive environment where users can enjoy a variety of experiences that are meaningful and appropriate to them. സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി കുട്ടികളെ അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്നതിനും ആ മനസ്സിലാക്കുന്നതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നതിനും സഹായിക്കുന്നു. The room is typically equipped with a wide range of sensory equipment and materials that are designed to provide a range of sensory experiences including visual, auditory, tactile and olfactory stimuli. This can include items such as bubble tubes, fiber optic lights, projectors, music, scents and textured materials.
കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ചയെ ഈ തെറാപ്പി ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ആശയവിനിമയ ശേഷി, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനുള്ള കഴിവ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ബിഹേവിയർ, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, ഇവയെല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നതിൽ സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി വളരെ ഫലപ്രദമാണ്. So we were researching the use of sensory rooms in Europe, US and Middle East, and how they use this multisensory environment to improve the quality of life of the individuals. We researched how can we do this, and going through various stages of implementing, we created this amazing sensory room which our kids love. ഇതാണ് മൾട്ടി സെൻസറി റൂം എന്ന് പറയുന്നത്, മൾട്ടി സെൻസറി തെറാപ്പി. ഇനി സായി പ്രയാഗിന്റെ കീഴിലായിട്ട് അടുത്തിടെ ഡെവലപ്പ് ചെയ്ത സായി ബദ്രി ഹോസ്പിറ്റലാണിത്. ഇവിടെയാണ് IP സൗകര്യങ്ങളും പ്രൊസീജിയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതതിന്റെ എൻട്രൻസ് ആണ്. ഇവിടെയാണ് ഡെർമറ്റോപ്പിയും കാർഡിയോളജി OPയും പീഡിയാട്രിക്സ് OPയും ഉള്ളത്, അലോപ്പതി പീഡിയാട്രിക്സ് OPയും ഉള്ളത്. ഇത് ട്രയാജ് റൂം ആണ്. അത്യാവശ്യം പ്രൊസീജിയേഴ്സ് ഇവിടെയാണ് ചെയ്യുന്നത്, നെബുലൈസേഷനും ഇഞ്ചെക്ഷൻസും ഒക്കെ. ഇവിടെ കൊണ്ടുവന്ന് വൈറ്റൽസും കാര്യങ്ങളും ഒക്കെ അസസ് ചെയ്തതിനു ശേഷം നമുക്ക് ഷിഫ്റ്റ് ചെയ്യണോ അതോ അഡ്മിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന റൂമാണ് ട്രയാജ്. പ്രൊസീജിയർ റൂമാണ്. ഇവിടെ ബ്രോങ്കോസ്കോപ്പിയും എക്കോകാർഡിയോഗ്രാമും ആണ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമുക്ക് 2 വാർഡുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ്സ് ഉണ്ട്. ഇതൊരു സ്യൂട്ട് റൂം ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൂംസ് അവൈലബിൾ ആണ്. ഏറ്റവും മുകളിൽ 2 ഫ്ലാറ്റ് സിസ്റ്റം ഉണ്ട്. അത് പേഷ്യൻസിനും അഡ്മിറ്റ് ചെയ്യാം. അതുകൂടാതെ ഈ തെറാപ്പി എടുക്കാൻ വരുന്ന ദൂരത്തുനിന്ന് വരുന്ന പേരൻസിന് സ്റ്റേ ചെയ്യാനുള്ള ഒരു രീതിയാണ്. ഇത്രയാണ് സായി പ്രയാഗ് സായി ബദ്രി ഹോസ്പിറ്റലിനെ കുറിച്ച്. ഇനി പിന്നെ മധുസൂദനൻ പണിക്കർ അച്ഛൻ അതെ സാറേ, എന്തായാലും അഭിനന്ദനങ്ങൾ. ഇത്രയും ഭംഗിയായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുകയും അത് നന്നായിട്ട് എന്താ പറയാ വീഡിയോയിൽ ആക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. സാറ് സംസാരിക്കാമോ മധുസൂദനൻ പണിക്കർ സാറേ? അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ശ്രദ്ധയപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് പറയുണ്ടായി, ഒരു ഡേ കെയർ സെന്ററും, രണ്ടാമത് ഫ്ലാറ്റും. സാറേ അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യുമ്പോൾ സാറേ അൺമ്യൂട്ട് ചെയ്യണേ, അത് മ്യൂട്ടാണ്. കാണാമല്ലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം. കേൾക്കാം. നമ്മള് വളരെ നാളായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു സംവിധാനമാണ് മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ. കാര്യം ഞാൻ ഒരു 10-25 വർഷമായിട്ട് ക്രോണിക് കേസസ് ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്നിട്ടുള്ള കാര്യം, ഒരു പ്ലൂറസി വിത്ത് എഫ്യൂഷനുള്ള കേസസ് നമ്മൾക്ക് വരുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത് ആസ്പിറേറ്റ് ചെയ്ത് ദൂരെ നിന്നൊക്കെ വരുന്ന ക്യാൻസറും അതുപോലെ തന്നെ വേറെ കോസ് കൊണ്ടുണ്ടാകുന്ന പ്ലൂറസിയിലൊക്കെ റിക്കറൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ട് വന്ന് പിന്നെ ഒരു ഇൻഫ്ലുവൻസ ഒക്കെ വരുമ്പം അവർ ഡിസ്നിയേറ്റ് ചെയ്താൽ അത് ഡയഗ്നോസ് ചെയ്യാൻ ഒരു എക്സ്റേ നമ്മുടെ സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇതുപോലുള്ള കേസ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടർമാർക്ക് എല്ലാം വരുന്ന ഒരു വിഷമമാണ്. ഇപ്പൊ വേറൊരു സെന്ററിൽ വിട്ടുകഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് കുറെ പേർക്ക് പുച്ഛമുണ്ട്, കുറെ പേര് അത് പറഞ്ഞ് വിഷമിപ്പിച്ച് വിരട്ടി അവരുടെ സ്വന്തമാക്കും. കുറച്ച് പേര് നമുക്ക് തിരിച്ചു തരത്തില്ല, കുറച്ച് പേര് തിരിച്ചു തരും. അപ്പൊ അതിന്റെ ഒരു 40-50% കേസസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത് നമ്മൾ പ്രോപ്പറായിട്ട് ആ സമയത്ത് എക്സ്പേർട്ട് ഒപ്പീനിയൻ വിടുന്നില്ല. രണ്ടത് ഫോളോ അപ്പ് ചെയ്യാനുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ എഫിക്കസിയുടെ കുറവ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞിട്ട് വിഷമം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ.
അതുകൊണ്ട് എൻ്റെ വലിയ ദീർഘകാലത്തെ ഒരു പ്രയർ ആയിരുന്നു ഇതിന്. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുള്ള, ഇനി അതിൻ്റെ ഒരു അലോപ്പതിയിലുള്ള വലിയ ഒരു ആത്മാർത്ഥമായ സപ്പോർട്ടോട് കൂടി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ സാമുൽ ഹനുമാന്റെ ഡോക്ടർ മോള് ലക്ഷ്മിയുടെ ഒക്കെ പ്രയർ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് എനിക്ക് തൃശ്ശൂരിനപ്പുറം പാലക്കാട് നിന്ന് വന്ന ഒരു പ്ലൂറൽ വിത്ത് എഫ്യൂഷൻ 1.5 കൊല്ലം മുമ്പ് അവർക്ക് CL അങ്ങ് വന്നിട്ട് പ്ലൂറിസിൽ എന്ന് ആസ്പിറേറ്റ് ചെയ്തതാണ് MER ഹോസ്പിറ്റലിൽ നിന്ന്. അത് കഴിഞ്ഞ് ആ സ്റ്റേജിൽ 4th സ്റ്റേജിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 1.5 കൊല്ലത്തിനുള്ളിൽ അവർക്ക് പ്ലൂറസി റിപ്പീറ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു വൈറൽ ഫീവർ വന്നു. പ്ലൂറസി വന്നപ്പോൾ തിരിച്ച് അവർ കുറെ കൂടെ ടയേർഡായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സണ്ണിലെ കൊണ്ട് ഡോക്ടർ സായിലാൽ വളരെ ആർദ്രമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹം എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു സ്ലൈറ്റ് പ്ലൂറസിയേ ഉള്ളൂ, അച്ഛൻ ട്രൈ ചെയ്യും, ഞാൻ വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സഹായത്തിന്റെ അപ്പൊ ആ പേഷ്യന്റിനും കോൺഫിഡന്റ് ആയി. ഞാൻ കാലിയായിട്ട് 01, 02, 03 നിന്നപ്പോഴാണ് ഈ 1.5 കൊല്ലം പോയ സുഖമായിട്ട് ഒരു ആന്റിബയോട്ടിക്സും കൂടെ കൊടുത്ത് കോംപ്ലിമെന്ററി അവയർ 03 ഈ 3 മരുന്നാണ് നമ്മൾ മാസീവായിട്ട് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു ലോവർ സൈഡ് ഹെയ്സിങ്ങും ഒരു ബ്രോങ്കിയൽ ലൊക്കേഷനും ഒക്കെ വന്നിട്ടുള്ള പെയിനും ഇടക്കിടക്ക് ഫീവറും വരുന്നു. വെറുതെ ഞാനത് നമ്മൾ തന്നെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി. അതിന് ഞാൻ കൊടുത്തിരുന്ന മരുന്ന് ഗോളിയ ആസിഡ് ആണ്. അതിൻ്റെ ചില സിംറ്റംസ് വെച്ച് നമുക്ക് കിട്ടിയ അത് വെച്ചിട്ട് ഗോളിയ ആസിഡ് 30 ആണ് കൊടുത്തത്. പക്ഷെ ഭയങ്കര എഫക്റ്റീവായി. അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു പ്ലൂറസിയുടെ ഭയങ്കര പെയിനായിരുന്നു. ശരിക്കും നമ്മൾ ബ്രയോണിയ പോലുള്ള പെയിൻ, അനങ്ങാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റത്തില്ല. അത് ഞാൻ എസ്ക്ലിപ്പിയാസിസ് ട്യൂബറോസ 6C കൊടുത്തു, ഭയങ്കര സക്സസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ കേസ് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ അവർക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ലത്തെ. ഇപ്പൊ നമ്മളൊരു ഹോമിയോ ഡോക്ടർമാരിൽ വിശ്വാസമുള്ള സമൂഹത്തിനൊരു പ്രതീക്ഷയാണത്. കാര്യം വേറെങ്ങും പോകാതെ നമ്മളുടെ മേൽനോട്ടത്തിൽ ചെയ്യുക. അത് ഈ ഫീൽഡിൽ ഈ തലത്തിൽ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോമിയോ ഡോക്ടർമാരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഞങ്ങളിവിടെ സായി പ്രയാഗില് ഇപ്പൊ പുതിയൊരു വെഞ്ചർ കൊണ്ട് സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി, എക്സ്റേ എടുത്തു, കൺഫൈൻ ചെയ്തു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ 5-6 ദിവസം കിടത്തി. ഡോക്ടർ ലക്ഷ്മിയാണ് ഞാൻ ഏൽപ്പിക്കുന്ന, ഇടയ്ക്ക് ഞാൻ പോയി നോക്കത്തേ ഉള്ളൂ. പക്ഷെ വളരെ സക്സസ് ആയിട്ട് ടാപ്പിംഗ് ഇല്ലാതെ അവര് ഒരു 12 ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടന്ന് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും നല്ല റിസൾട്ടോട് കൂടി. അതുപോലെ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് ടാപ്പിംഗ്, ഈ അസൈറ്റിസ് ടാപ്പിംഗ്. നമുക്ക് ലിവർ സിറോസിസില്, ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസറിൽ അല്ലെങ്കിൽ ലിവർ വേറെയുള്ള ഏതെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷനിൽ വരുന്ന അസൈറ്റിസ് വളരെ പ്രശ്നമാണ്. കാര്യം ഫ്രീക്വന്റ് ആയിട്ട് 5, 6, 7 തവണയൊക്കെ ടാപ്പ് ചെയ്ത് ആൽബമിൻ കയറ്റി ഇരുന്ന കേസസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വളരെ ആധികാരികമായിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പലതും പറ്റും. ഒരു മാസം കൊണ്ട് വെയിറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ആ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ആൽബമിൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളോടുകൂടി വളരെ കാലം ഈവൻ HCC പോലും, ഈവൻ AFP ഭയങ്കര 1000-ന് മുകളിലുള്ളപ്പോൾ പോലും നമ്മളൊരു ലിവറിന്റെ ആൽബമിനും പ്രോട്ടീനും ശരിക്കും ഒരു സ്റ്റാറ്റസ് കോയി മെയിൻറ്റെയിൻ ചെയ്താൽ, ഒരു SCH ഒക്കെ നമുക്ക് നോർമൽ അല്ലെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ പേഷ്യന്റിന്റെ സർവൈവൽ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. മാസങ്ങളോളം വർഷങ്ങളോളമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടാപ്പിംഗ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും, ഫ്രീക്വന്റ് ആയിട്ടുള്ള ആൽബമിൻ കയറ്റുന്ന കുറച്ച് കൊടുക്കാൻ പറ്റും, ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലഡ് തെറാപ്പി നോക്കും. ഈ 3 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വലിയ വില്ലന്മാരാ. അത് വലിയൊരു അച്ചീവ്മെന്റാ. അങ്ങനെയാണ് ഈ ഫീൽഡിൽ ഞങ്ങൾക്ക് നിന്ന് പിഴക്കാൻ പറ്റുന്നത്. ഇപ്പോഴ് നമുക്കൊരു ആൽബമിൻ കയറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സായി പ്രയാൽ അഡ്മിറ്റ് ചെയ്ത ആൽബമിൻ നമുക്ക് മറ്റുള്ളവർ ചെയ്യണതിനേക്കാൾ ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റും. കാര്യം ഞങ്ങൾ അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ടൗണിൽ പോയിട്ട് ഈ ആൽബമിൻ സെന്ററിൽ പോയാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടുന്ന് 7000 രൂപയ്ക്ക് ഇത്, മറ്റു ഹോസ്പിറ്റലാണെങ്കിൽ 15,000 രൂപ കൊടുക്കണം. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 2 ദിവസം അഡ്മിറ്റ് ചെയ്താൽ പോലും ഈ റേഞ്ച് ആകത്തില്ല. നമ്മുടെ മെഡിസിനിൽ നിന്ന് മാറാതെ നമുക്ക് ആ രീതിയിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള പാരന്റീരിയൽ അഡ്മിനിസ്ട്രേഷൻ ആൽബമിനും ബ്ലഡും ഒക്കെ
ശരിക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെ സന്തോഷത്തിന് അവസരം തരുന്ന നമ്മുടെയൊക്കെ സ്വപ്ന സാക്ഷാത്കാരം തന്നെ മനോജ് ഡോക്ടറെ. അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ കുറഞ്ഞു പോയാൽ ഓക്സിജൻ നമുക്ക് കിട്ടുതരും. ബാക്കി നമ്മുടെ ആസ്പ്രോസ്പെർമിയായോ ആന്റിഡാട്ടോ കൊടുത്ത് നമുക്ക് സർവൈവ് ചെയ്യാം. അപ്പൊ ആ അക്യൂട്ട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും പാരന്റിയൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരാളിന്റെ മേൽനോട്ടത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു ഈശ്വര കൃപ തന്നെയാണ്. അതാണ് ഞങ്ങൾ സായി പ്രയാഗിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള കാര്യം ഒരു സിവിയർ വൊമിറ്റിങ്ങോ ഡയറിയോ ഒക്കെ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. കാര്യം അതിന്റെ സ്കോപ്പ് കഴിഞ്ഞ് നമ്മൾക്ക് 2024 ഞങ്ങൾക്ക് 10 കേസ് ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ക്യൂർ ആയ റെക്കോർഡിക്കലായിട്ട് ക്യൂർ ചെയ്ത് ഡോക്യുമെന്റഡ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള 100 കണക്കിന് പേഷ്യന്റിൽ 10 കേസസ് ക്യൂർ ആയി ഫോർത്ത് സ്റ്റേജിൽ നിന്ന്. അത് പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ സ്റ്റിൽ ഇപ്പോഴും അവർക്ക് റെമിനൻസ് ഒന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ലിംഫോമ കേസസ് ഉണ്ട്. അപ്പൊ അതുപോലുള്ള കേസിൽ വരുന്ന അക്യൂട്ട് മാനിഫെസ്റ്റേഷൻസ് സ്വാഭാവികമായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഫെസിലിറ്റി ഇല്ലെങ്കിൽ പാടാണ്. ആ പേഷ്യന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അതുവരെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോവുക നമുക്ക് ചെയ്യുന്നത്. അതിനൊരു പോംവഴിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഹോമിയോപ്പതിക്ക് ഫെർട്ടാലിറ്റിയായിട്ടുള്ള എല്ലാ ഡോക്ടർമാർക്കും ഈ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ബ്ലഡ് കയറ്റണമെങ്കിൽ അത് ചെയ്യും, അത് ചെയ്യും, പ്ലൂറസി ടാപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും, അസൈറ്റിസ് ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യും. ഒരു യൂറിനറി റിട്ടൻഷൻ വന്ന ഒരു കത്തീട്രൈസേഷൻ നമുക്ക് വിഷമമില്ല. അതുപോലെ തന്നെ ഒരു എക്സ്പെർട്ട് DM ലെവലിലുള്ള ഒരു ഡയഗ്നോസിസോ എക്സ്പെർട്ട് ഒപ്പീനിയനോ അല്ലെങ്കിൽ ഫർദർ മാനേജ്മെന്റിന്റെ ഉള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാർഡിയാക് വിഭാഗത്തിൽ കിട്ടിയ എൻ്റെ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ വെസൽ ഡിസീസായിട്ട് വന്ന ഒരു വിശ്വനാഥൻ, അദ്ദേഹത്തിന്റെ വയസ്സ് 82 വയസ്സാ. അദ്ദേഹം എൻ്റെ അടുത്ത് വിശ്വസിച്ച് വന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഡയഗ്നോസ് ചെയ്ത ആൻജിയോഗ്രാം കൊണ്ട് ഞങ്ങൾ 12 വർഷമായിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുക. ഒരു ദിവസം രാത്രി വൈകിട്ട് എൻ്റെ അടുത്ത് ശ്വാസമുട്ടലായിട്ട് വന്നു. അപ്പൊ ശ്വാസം മുട്ടലായിട്ട് വന്ന് നമ്മൾ സിംറ്റമായിട്ട് എടുത്ത ഒരു കാർഡിയാക് ശ്വാസം മുട്ടലാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് എപ്പിക്കാക്കും ബ്ലാറ്റയും ഒക്കെ കൊടുത്തു വിട്ടെങ്കിലും രാത്രി വിഷമം ഉണ്ടായ ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇപ്പൊ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അദ്ദേഹം നമ്മുടെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഹോമിയോ വെച്ചോണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത്, എന്റെ മദർ ഡോക്ടറെ പറ്റി അങ്ങനെ പറയരുത്, നിങ്ങൾ ആ കാര്യം ചെയ്ത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് അലോപ്പതിയിൽ പ്രൊഫസർമാരോട് പറയുക. എങ്കിൽ അച്ഛാ ഞങ്ങൾ അങ്ങനെ അടിച്ച് അവരെല്ലാം ചെയ്ത് രാവിലെ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ലങ്ങിന്റെ ലോവർ ലോബിൽ ഇച്ചിരി ഫ്ലൂയിഡ് ഉണ്ടായി, അത്രയേ ഉള്ളൂ. കാര്യം ഒരു ഇൻകോമ്പിറ്റൻസ് ഉണ്ടായി പനി വന്നപ്പം. അപ്പൊ കാർഡിയോ പൾമിനറി ഇൻകോമ്പിറ്റൻസ് വന്നു. അപ്പൊ അവര് അതിന് ചെയ്തത് ലാസിക്സ് ഇഞ്ചക്ഷൻ കൊടുത്തു. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇദ്ദേഹം കഴിച്ചില്ല, പനിയൊന്നുമില്ല, എനിക്ക് ആന്റിബയോട്ടിക്സ് വേണമെന്ന് പറഞ്ഞ് പിറ്റേ 2 ദിവസം ഞാൻ ഡിസ്ചാർജ് ചെയ്ത്. ഈ കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കതൊരു ഭയങ്കര അനുഭവമായി. കാര്യം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു ഡയഗ്നോസിസ്. അത് എൻ്റെ സണ്ണിലോ എന്ന് കാണിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ അതിന് ശ്രമിച്ചൊരു കണ്ടുപിടി. എൻ്റെ കാർഡിയാക് ഇൻകോമ്പിറ്റൻസ്, പൾമറി ഇൻകോമ്പിറ്റൻസ് മെഡിസിൻ അപ്പോസൈനുവാ. ഞാൻ അതിൽ കുറച്ചുകൂടെ ഡെപ്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ടേസ്റ്റ് കുറവാണ്, യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്. അവർ ലാസിക്സ് കൊടുത്തുകൊണ്ടായിരിക്കും. പക്ഷെ പിന്നെ ഈ അവസരം വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ സായി പ്രയാഗിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ മെഡിസിൻ കൊടുത്തു. ഞാൻ കൊടുത്തത് പിന്നെ ഈൽസറവും കാര്യം ഒരു ക്രിയേറ്റീവ് ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഈൽ7 7Xും അപ്പോസൈനും ടിഞ്ചറുമാണ് 5 തുള്ളി 4 നേരം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ കാർഡിയോളജിസ്റ്റ് വന്ന് നോക്കിയപ്പം ഈ ലാസിക്സ് ലാസിക്സ് എത്ര നേരം വെച്ച് കഴിക്കുന്നുണ്ട് അപ്പച്ചാന്നാ ചോദിച്ചത്. ഒന്നുമില്ല, ഞാൻ മദർ ഡോക്ടറെ മരുന്നാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചാൽ പറഞ്ഞു ഭയങ്കര അപ്രീഷിയേറ്റ് ഉള്ളതാണ് നിങ്ങളുടെ റിസൾട്ട്, വെരി ഗുഡ്, ഇറ്റ് വിൽ എഫക്ട്. ഇപ്പൊ പതോളജി ഒന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെഡിസിൻ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു നന്മയല്ല. ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് നമ്മുടെ ഈ ഹോമിയോപ്പതി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാവുന്ന ഒരു അപ്രോച്ചും ഒരു ഇൻസിഡൻസുമായിട്ട് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള ആണ് അദ്ദേഹത്തിന് ഞാൻ കാണിച്ച് കൺഫേം ചെയ്ത ഒരു
ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. വളരെ മാസീവായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നു. അതിന്റെ ഒരു ദോഷമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റൈറ്റ് ആട്രിയൽ ഹൈപ്പർട്രോഫി വന്നു. ഈ കേസസിലൊക്കെ നമ്മുടെ ഐബറിസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തതായിട്ട് ആ അതോറിറ്റിയെ ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടുത്തി നമ്മുടെ മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് സമർത്ഥിക്കാനും അനുഭവവേദ്യമാക്കാനും നമുക്ക് സാധിച്ചെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു പ്ലൂറിസിവിത്ത് എഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു മെനിഞ്ചൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതി ഡയഗ്നോസ് ചെയ്യാൻ മറ്റുള്ള അതോറിറ്റിയുടെ ഒരു സഹായം വേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പുറന്തള്ളപ്പെടലില്ലാതെ നമ്മളെ കൂട്ടിച്ചേർത്ത് കൂട്ടി നിർത്തി അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വളരെ വളരെ പ്രയോജനപ്രദമായിട്ടുണ്ട് ഞങ്ങളുടെ ഈ സംവിധാനം. അതുപോലുള്ള നമുക്ക് ഒന്നിച്ചുള്ള വെഞ്ചറുകളൊക്കെ ആണെങ്കിൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ കാഴ്ചനോമ ഈയിടെ 42 വയസ്സുള്ള ഹരിലാല്, അദ്ദേഹത്തിന് 41 വയസ്സിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു. RCCയിലായിട്ട് ഇപ്പൊ 1.5-2-3 കൊല്ലമായിട്ട് കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. പ്രോസ്റ്റേറ്റ് എടുത്ത് കളഞ്ഞെങ്കിലും PSA ഇപ്പൊ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 47 സിവിയർ ബോൺ പെയിനാ. സിവിയർ ബോൺ പെയിൻ, കാല് തൂക്കിയിടാൻ പാടില്ല, പൊക്കി വെച്ച് കയ്യിലെടുത്ത് കൈ വെച്ച് ഭാര്യയുടെ കൈ കൊടുത്ത് അയാൾ ഉറങ്ങണം, ഇല്ലെങ്കിൽ അയാള് കിടന്നുണ്ട് വില്ല് പോലെ വളഞ്ഞ് കയ്യിലെടുത്ത് കൊണ്ടുവരും. ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു 2 ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കാൻ നമുക്ക് നോക്കാം. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. ഞാൻ കൊടുത്തത് വൈപ്പറ 30 ml വെള്ളത്തിലിട്ടിട്ട് 1 സ്പൂൺ വെച്ച് 10 മിനിറ്റ് ഇടവിട്ട് കോരി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അതുവരെ മോർഫിൻ കഴിച്ചിട്ടും കുറയാതിരുന്നത് വിതിൻ 2 days കംപ്ലീറ്റ് അയാളുടെ വേദന പോയി, വേദന ഉണ്ടായില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര സിവിയർ ഡയറിയ വന്ന് കംപ്ലീറ്റ് വാണൗട്ട് ആയിപ്പോയി. ഓക്സിജൻ ലെവൽ കുറഞ്ഞു, ബോഡിയിൽ വാട്ടർ ലെവൽ കുറഞ്ഞു. അപ്പം ഡോക്ടറോട് അഡ്വൈസ് ചെയ്ത് പറഞ്ഞു നമുക്ക് ഡ്രിപ്പ് ഇടാം, ഓക്സിജൻ ആവശ്യമുണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാർബോവൈറ്റും റേട്രോ ആൽബം കൂടെ മാറി മാറി കൊടുത്തു. കുറച്ച് ഗ്ലൂക്കോസും കൊടുത്തു. 3rd and 4th ഡേയിൽ നമുക്ക് CA പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടുന്ന് കൊണിയമാക്ടെണ്ണവും ബാക്കി മെഡിസിനും ഒക്കെ കൊടുത്തിട്ട് സുഖമായിട്ട് ഡിസ്ചാർജ് ചെയ്ത്. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ 2.5-3 കൊല്ലമായിട്ട് ഇത്രയും സുഖമുള്ള ഒരു രാത്രി ഞങ്ങൾക്ക് സായി ബദരി മാത്രമാണ് കിട്ടിയത്. അപ്പൊ ആ ഒരു വാക്കൊക്കെ നമ്മളുടെ ഈ ശ്രമം, ഈശ്വരന്റെ കൃപ കൊണ്ട് എത്രയോ അനുഗ്രഹങ്ങൾ സ്റ്റിൽ റിമൈനിങ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു മരുന്നിന്റെ ഐഡിയൽ ഡോസ് ഒന്ന് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തു നോക്കാം. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അക്യൂട്ട് എമർജൻസി ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാരന്റീരിയലായിട്ടുള്ള ഒരു സപ്ലൈ. അഥവാ ഇനി നമ്മൾ കൈവിട്ടു പോയൊരു വേദന വരുമോ, ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ അറ്റാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിയമപ്രകാരം അതിന് അനുവാദമുള്ള അതോറിറ്റിയെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സ്വപ്നം കാണുന്നത്, നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനോട് താല്പര്യമുള്ള ഏത് ഡോക്ടർമാർക്കും, ഇപ്പൊ കാറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം നമ്മളിവിടെ പറയുമ്പം ട്രിവാൻഡ്രത്ത് പോകാനോ കാരിത്താസിൽ പോകാനോ ഒക്കെ ആർക്കും മടിയില്ല. വിതിൻ 2.5 hour കൊണ്ട് അവരവരുടെ സ്വന്തം കാറിൽ പോവുക. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിച്ചിരിക്കും. പിന്നെ ഉണ്ടായതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൾമണറി സിസ്റ്റം ട്രീറ്റ് ചെയ്യുമ്പോഴും, ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോഴും, കിഡ്നി ഫെയിലുവർ ട്രീറ്റ് ചെയ്യുമ്പോഴും, ലിവർ HCC ട്രീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വരാവുന്ന എൻസോഫലോപ്പതി ഭയങ്കരമായിട്ടൊരു സീരിയസ് എമർജൻസി കണ്ടീഷനാണ്. അതിനകത്ത് ഈയിടെ ഞങ്ങൾക്ക് തൊടുപുഴയുള്ള ഒരാൾ വളരെ നാളായിട്ട് എൻ്റെ അടുത്ത് HCC വിത്ത് ഫർദർ കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ള ഒരു വക്കീലുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഈയിടെ വന്നപ്പോൾ നമ്മൾ ബ്ലഡ് നമ്മുടെയൊക്കെ സാധാരണ ലാബിൽ അമോണിയ നോക്കത്തില്ല. അപ്പൊ ഒരു ഓറിയന്റേഷൻ ഡിഫിക്കൽറ്റി കണ്ടപ്പോൾ, ഈ ഓറിയന്റേഷൻ ഡിഫിക്കൽറ്റി ഇതിൻ്റെതാകും എന്നൊരു സംശയം കണ്ട് അദ്ദേഹത്തിന് ഒരു
ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി വന്നിട്ടുള്ളതാണ്. അന്ന് കാരിത്താസിൽ 1.5 മാസം കിടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ വിവരം വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് അതിനുള്ള വെൽ എക്യൂപ്ഡ് ലാബ് ഉള്ളത് കൊണ്ട് അതിനകത്ത് നമ്മൾ അമോണിയ നോക്കി. അമോണിയ കൂടുതലായിരുന്നു. അപ്പോൾ അമോണിയ കൂടുതലാണ്, എൻസെഫലൈറ്റിസ് സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് കാഡ്മിയം സൾഫിലാണ് നിലനിർത്തിക്കൊണ്ട് പോയത്. കാഡ്മിയം സൾഫ്, കാർഡസ് മറിയാനസ്, മിരിക്ക, ഈ 3 മരുന്നാണ് ഫണ്ടമെന്റലി അദ്ദേഹത്തിന് കൊടുത്തതും ജോണ്ടിസ് കുറച്ചതും വേദന കുറച്ചതും ഒക്കെ. അപ്പോഴ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഡോക്ടർ ലക്ഷ്മിയും കൂടെ ആലോചിച്ച് നമുക്ക് നമ്മുടെ തെറാപ്പി കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടിയ ഒരു പുതിയ അനുഭവ സമ്പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റൂൾ മാറ്റർ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു കോർഡിനേറ്റിംഗ് സിംറ്റം ആണ്. അപ്പോൾ ആ വേസ്റ്റേജ് കൂടുമ്പോൾ അമോണിയ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു ലാക്സേറ്റീവ് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മോഡേൺ മെഡിസിൻ്റെ ലാക്സേറ്റീവ് കൊടുത്തിട്ട് നല്ലപോലെ പോയില്ല. പക്ഷേ നമ്മൾ ടെർമിനാലിസ് സ്കുബുല വിത്ത് അമോണിയം മോർ 3C-യും ഇത് രണ്ടും കൂടെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അമോണിയ കുറഞ്ഞു. എൻസെഫലോപ്പതി ആധികാരികമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. വലിയൊരു അനുഭവ സമ്പത്തായി അതിനകത്ത്. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയത് കൊണ്ട് ആ പേഷ്യന്റ് നമ്മുടെ കൂടെ ആധികാരികമായിട്ട് നിന്നു. തീർച്ചയായിട്ടും ആ വലിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് തന്നെയാണ്. ക്രെഡിറ്റ് ഉള്ളിടത്തൊന്നും ഡോക്ടർ സായിലാല് നമ്മളെ സപ്പോർട്ട് ചെയ്യാതല്ലാതെ ഇന്റർഫിയർ ചെയ്യാറില്ല. അപ്പൊ ഈശ്വര കൃപ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് തരാനും പങ്കിടാനും ഒക്കെ ഒത്തിരി മനസ്സുണ്ട്. ഉള്ള ഒരു വിശാലമായിട്ടുള്ള ആ മനസ്സ് നിങ്ങളൊന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, എമർജൻസി അറിയിക്കുക. ഇത്രയൊക്കെ സംവിധാനമാണ് നമ്മൾ അക്യൂട്ട് എമർജൻസീസിൽ സ്വപ്നം കണ്ടതും ചെയ്യുന്നതും ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ഐഡിയൽ ഡോസോ സിംഗിൾ ഡോസോ മിനിമം ഡോസോ എല്ലാം പൊട്ടിയുടെ ഒരു പില്ല് വെള്ളത്തിൽ കലക്കി 10 മിനിറ്റോ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം 1 ഡോസ് വെച്ചൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് പുതിയ പുതിയ തിയറീസുകളും പുതിയ പുതിയ കുറേറ്റീവ് ഫീൽഡുകളും ഒക്കെ കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കും ഈശ്വരൻ ആയുസ് തരട്ടെ എന്നൊക്കെ സെൽഫായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് പ്രാർത്ഥന നിങ്ങൾക്ക് വിട്ടുകൊണ്ടും ഞങ്ങളുടെ ഈ സംരംഭത്തോട് സഹകരിക്കണം. ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ബാക്കി സംവിധാനങ്ങളെ പറ്റി ബാക്കി ഇത് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ പറ്റി ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് ചോദിക്കാം. ഇടയ്ക്ക് ഞാൻ ഓർത്തോർത്ത് പറയുകയും ചെയ്യും. മനോജ് ഡോക്ടർ. ഓക്കെ സാർ, വളരെ സന്തോഷം. നമുക്ക് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം എന്ന് പറഞ്ഞാൽ സാറ് വളരെ ഇതിനകത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. കാര്യം വെച്ചാല് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇത്രയും വെറൈറ്റി ഓഫ് കേസസ് ഹോമിയോപ്പതി ഡോക്ടർക്കല്ല വേറെ ആർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റും സാർ. പറ്റത്തില്ല ഒരിക്കലും. മാത്രമല്ല സാറിന്റെ പാഷൻ റിട്ടയർ ചെയ്ത് വർഷം 10-20 വർഷം കഴിഞ്ഞെങ്കിലും അത് അപാരമാണ്, പറയാൻ നിർത്തില്ല. അതോടൊപ്പം എനിക്കൊരു ഒരു സജഷൻ ഉള്ളത്, ഈ ആശുപത്രിയോടൊപ്പം ചേർന്ന് തന്നെ ഒരു കോഴ്സുകൾ നമ്മളിപ്പോൾ DNB പോലുള്ള കോഴ്സുകൾ ഹോമിയോപ്പതിയുടെ പ്രപ്പോസൽ വെക്കുകയും അത് നമ്മുടെ ഒരു ആവശ്യം നീഡ് ഓഫ് ദ അവറാണ്. സാറെന്ന് പറയാം ഫ്യൂച്ചറിൽ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സാറേ. സായി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മളോട് സഹകരിക്കാൻ ഇഷ്ടമുള്ള നമ്മളുടെ അപ്രോച്ചിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് 125-130 ക്രോണിക് കേസസും ഉണ്ട് ഞങ്ങളുടെ സായി കേന്ദ്രത്തിൽ. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേയാണ്. അവിടെ ഞങ്ങളുടെ കൂടെ ഒത്തിരി ഡോക്ടർമാർ, ഇപ്പൊ 10-20 ഡോക്ടർമാർ ഇത് കാണാൻ വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡോസും ഡയഗ്നോസിങ് മെത്തേഡും ഡിസീസും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു ആകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. അതാ സാറേ, നമ്മളത് ഭാവിയിൽ സ്വപ്നം കാണുക. കാര്യം ഇത്രയും ഫെസിലിറ്റി ഉണ്ടാക്കി ഒരു കണ്ടൻസ്ഡ് PG കോഴ്സൊക്കെ ഹോമിയോപ്പതിക്ക് ഇത് ഈ സംവിധാനത്തിൽ ഉണ്ടാക്കണമൊക്കെയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് അവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി ഇപ്പൊ ഇതിനകത്ത് തന്നെ കുറച്ച് നല്ല സൗകര്യങ്ങളുണ്ട്. ഞങ്ങളത് കലാപരമായിട്ട് ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാം സമർപ്പിച്ചിരിക്കുക. ഒരു ചികിത്സാ കേന്ദ്രമായിട്ടല്ല, ഒരു എന്താണ് അവർക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു ആശുപത്രിയുടെ ഭീകരതയില്ലാതെ വളരെ സോഫ്റ്റായിട്ട് വൈകിട്ടുള്ള ഹാഫ് ഭജൻസും രാവിലെ തൊട്ടുള്ള പ്രയറും ഒക്കെ കൊടുത്ത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുവാണ്.
ഒരു യെസ് പരിധി സാർ. വരെ ഞങ്ങളുടെ പ്രയറും ഞങ്ങളുടെ അപ്രോച്ചും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിന് ഇങ്ങനെ ഒരു എൻഡ് റിസൾട്ട് വരത്തില്ലല്ലേ. മനോജ് ഡോക്ടർ എപ്പോഴും അത് പറയും, കഷ്ടപ്പാട്. അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പാടുണ്ട് സാർ. ഇപ്പൊ ഈ ഏജിലും ഈ സമയത്തും അന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുകയും പുതിയ പുതിയ കൊടുക്കുകയും ഒക്കെ ഒക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, നമുക്ക് ധനേഷ് ഡോക്ടറിലേക്ക് പോകാം. ധനേഷ് ഡോക്ടർ വളരെ സംതൃപ്തനായി ഇരിക്കുകയാണ്. അതെ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇനോഗ്രേഷന്. അതെ. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനിത് അന്ന് അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു സെഷൻ വെക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ, ദൗർഭാഗ്യവശാൽ മനോജ് ഡോക്ടർ പറയുമ്പോഴാണ് പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. പക്ഷേ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇനാഗുറേഷൻ നടക്കുമ്പോൾ ഇപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ഇതൊന്നും മുടക്കമില്ലാതെ എല്ലാ പ്രോജക്റ്റുകളും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള രോഗികളുടെ ആ ഈ സന്തോഷം നമുക്ക് നേരിട്ട് കാണേണ്ടതാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ഇനി ഒരു രക്ഷയുമില്ല, ഈ മക്കളൊക്കെ ഇങ്ങനെ പെരുവഴിയിലായിരിക്കും എന്ന നിരാശയോടെ വിഷമിച്ചിരിക്കുന്ന പേരൻസ് ആണ് അവിടെ വരുന്ന ഭൂരിഭാഗം പേരും. ഒത്തിരി പലയിടത്ത് ചെല്ലുമ്പോൾ പറയും നമുക്ക് മെഡിസിൻ കൊടുത്ത് നോക്കാം. അങ്ങനെ പല മെഡിസിൻസ് കൊടുത്ത് അവർ പലർക്കും ഒരു മാനസിക വിഭ്രാന്തി വരെ തോന്നത്തക്ക രീതിയിൽ, നേരത്തെ പറഞ്ഞ പോലെ, ഡോക്ടർ ലക്ഷ്മി പറഞ്ഞ പോലെ, ആദ്യത്തെ ആ കുട്ടി അവിടെ വന്ന് വരുമ്പോൾ എല്ലാവരെയും കടിക്കുന്നൊരവസ്ഥ. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, അങ്ങനെ കടിക്കുന്നൊരവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ പേരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അവരെ എങ്ങനെയാണ് ജനം നോക്കിക്കാണുന്നത്? ഈ പേരൻസ് നിങ്ങൾക്ക് ഈ കുട്ടിയെ തല്ലിക്കൂടെ, അല്ലെ പിടിച്ചു കെട്ടിക്കൂടെ, പിടിച്ചു വെച്ചുകൂടെ എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. ഇതൊരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ ചികിത്സിക്കുക എന്ന് പറയുന്നത് വെറും ഒരു ചികിത്സയല്ല. അതാണ് ശരിക്കും നമ്മൾ മധു ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു ആശുപത്രിയല്ല. ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആതൊരു ആലയം എന്ന് പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. അപ്പൊ തീർച്ചയായും അങ്ങനെയുള്ളവരെ തിരിച്ച് നല്ല ആ, സമൂഹത്തിനും ആ കുടുംബത്തിനും എല്ലാം പ്രയോജനകരമായ രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ എടുക്കുന്ന യജ്ഞത്തിന് നമ്മൾ എത്ര പ്രതിഫലം കൊടുത്താലും പോരില്ല, മതിയാവില്ല. അവിടെയുള്ള ഓരോരുത്തരും അവർ സിൻസിയറായിട്ട്, എന്ത് സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരൊരിക്കലും അവരുടെ ആ പ്രവർത്തനം കാണുമ്പോൾ നമുക്കറിയാം ഇവരാരും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല അവർ ശരിക്ക് ആ ഒരു ഫുൾ ഡെഡിക്കേഷനാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം ഈ ലെപ്രസിയൊക്കെ വരുന്ന സ്ഥലത്ത് ചികിത്സിക്കാൻ നിൽക്കുന്ന പല സിസ്റ്റേഴ്സ്, അത് കൂടുതലും സിസ്റ്റേഴ്സ് ആയിരുന്നു. അവരെല്ലാം ആ കാണിക്കുന്ന ആ ത്യാഗ മനോഭാവം, ആ മനോഭാവമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ബ്രേക്ക് ചെയ്യും. ഈ കുട്ടികൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ആ ബ്രേക്കിംഗ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ എടുക്കുന്ന യജ്ഞം. അപ്പൊ ആ യജ്ഞത്തില് എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുകയാണ്. ഒപ്പം തീർച്ചയായിട്ടും ധനേഷ് ഡോക്ടർക്ക് അത് കൂടുതൽ മനസ്സിലാകാൻ, ഡോക്ടർ അമ്മ ഒരു നേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സും മനോഭാവവും ഡോക്ടർ ശരിക്കും ഈ ഡോക്ടർ ഈ പറഞ്ഞ കുടിച്ച പാലിലൂടെ എത്തിയിട്ടുണ്ട്. അത് ഡോക്ടർ വളരെ വ്യക്തമാണ്. സന്തോഷം. അപ്പോൾ ഇവിടമാണ് ഈശ്വര സന്നിധാനം, ഇടർന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനമാകട്ടെ. നമുക്ക് സലിംകുമാർ ഡോക്ടറിലേക്ക് പോകും. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എൻ്റെ ഡോക്ടറെ, ഞാൻ ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ടുണ്ടായില്ല. ഏതായാലും മധു ഡോക്ടറെ, എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ല. കാരണം ഞാൻ പോലും ഈ ഒരു 2 ആഴ്ച മുമ്പ് കൂടി ഞാൻ ഇതുപോലെ ഒരു നമുക്കൊരു പ്രസ്ഥാനം ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു സാധനം തുടങ്ങിയെന്നല്ല ഞാൻ അറിഞ്ഞില്ല. ഒരു ഒരു ഒരാൾക്ക് ലുക്കേമിയ ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ പുള്ളിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ല, എന്തോ ഒരു ഇഞ്ചക്ഷൻ. അതിന് 90,000 രൂപയാണ് ചാർജ്. അയാൾക്കത് ഇനി ഒരു 1-2 ഒക്കെ സഹിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാ ജീവിതം എന്താവുമെന്നൊക്കെ അരച്ച് വിഷമിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, ഇയാളെ കിടന്ന് ചികിത്സിക്കാൻ നമുക്കൊരു പറഞ്ഞുവിടാൻ പറ്റിയ വിശ്വസിക്കാവുന്ന ഒരു ഹോസ്പിറ്റലില്ല, ഹോമിയോപ്പതിയിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഏതായാലും ഞാൻ അയാളെ അങ്ങോട്ട് വിടണമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല സാറേ, ഈ ഹോസ്പിറ്റലിൽ ഞാൻ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏത് രോഗികൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഒരൊറ്റ ഹോസ്പിറ്റലേ ഞാൻ കണ്ടിട്ടുള്ളൂ, ജേക്കബ് വടക്കഞ്ചേരിയുടെ ഹോസ്പിറ്റൽ. അവിടെ ആശുപത്രിയിൽ നിന്ന് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വിഷമിച്ചുകൊണ്ടാണ് പോകുന്നത്. പോകാൻ ദിവസം കരഞ്ഞ്
പിഴിഞ്ഞ് സങ്കടപ്പെട്ട് നമ്മൾ സ്കൂൾ അടയ്ക്കുമ്പോൾ പിള്ളേർ വിരിയില്ലേ, അതുപോലെ സങ്കടപ്പെട്ട് വിഷമിച്ചൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോണത്, പോകണ്ട വീട്ടിലേക്ക്. അതുപോലത്തെ ഒരു സംവിധാനമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പല കാരണങ്ങളിൽ ഒന്ന്, രോഗികളെല്ലാവരും എല്ലാ ദിവസവും ഉച്ചനേരത്ത് വട്ടം വളഞ്ഞിരുന്ന് കഥ പറയലും തമാശ പറയലും കളിയും ചിരിയും പാട്ടുപാടലും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്യണം സാറേ, അത് മറക്കരുത്. കാര്യം അത് രാത്രി തീർച്ചയായും എന്തോ ചെയ്യാം. ഞങ്ങൾക്കുണ്ട് വൈകിട്ട് അങ്ങനെ ചെയ്യുമ്പോ പ്രയറൊക്കെ ഉണ്ട്. ബജറ്റ് ഉള്ളത് ഞാൻ അറിഞ്ഞു. ബജറ്റ്സിനേക്കാൾ ഇങ്ങനെയുള്ള ഓരോരുത്തർ കഥ പറയാനും പാട്ട് പറയാനുള്ളൂ. അല്ലേ, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ മാനിക്കുമല്ലോ, അതൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഈ ധനേഷ് ഡോക്ടർ പറഞ്ഞ ആതുരാലയം എന്നുള്ള വാക്ക് വേണോ എന്നുള്ള കാരണം വെച്ചാൽ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കെല്ലാം പേര് മാറ്റി ഫെർട്ടിലിറ്റി ക്ലിനിക് എന്നായി. അതേപോലെ ആതുരാലയം എന്നുള്ളതിനേക്കാൾ സുഖാലയം എന്നുള്ളത് ആക്കിക്കൂടെ? അവിടെ സുഖമല്ലേ നമ്മൾ കൊടുക്കുന്നത്, ആതുരാലയം അങ്ങനെ. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. അതിന്റെ ആ വേട് പ്രയാഗ് എന്ന് പറഞ്ഞ കൂട്ടിച്ചേരാ. അപ്പൊ അലോപ്പതി ഹോമിയോപ്പതി കൂടെ കൂട്ടിച്ചേർന്നിട്ട് സമൂഹത്തിന് വലിയൊരു നദിയായിട്ട് ഒഴുകുക. അതാണ് ആ സായി പ്രയാഗ് എന്നുള്ള പ്രയാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇട്ടതാരാന്നറിയാവോ? ഒരു മോഡേൺ മെഡിസിനില് ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ സായിലാലിന്റെ മനസ്സാ. അതിന്റെ നന്മ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൂട്ടുനിർത്താനും നമുക്ക് സഹായം ചെയ്യാനും നമ്മളെ പോലെ ഡിവൈൻ സിസ്റ്റത്തിന് വളർത്തി അത് അനുഭവവേദ്യമാക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് എന്റെ സള്ളല്യമാണെങ്കിലും എനിക്ക് നമസ്കരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ സലീം കുമാറെ? തീർച്ചയായിട്ടും അതൊരു ഈശ്വര കൃപയാ. ഞാൻ വരാം, നേരിട്ട് വരാം ഡോക്ടറെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഇപ്പം പ്രധാനമന്ത്രി ഒരു കാര്യം പറയണ്ടേ, ഈ നമ്മൾ പലരും വിദേശത്ത് ടൂർ പോകുന്നുണ്ട്, അത് സ്വദേശി ടൂർ ആക്കണം, അത് വളരെ എഫക്റ്റ്. അതുപോലെ ഹോമിയോപ്പതി ഡോക്ടർമാർ പലയിടത്തും കറങ്ങാൻ പോകുന്നുണ്ട്. എല്ലാവരും ദയവ് ചെയ്ത് ആദ്യം അവിടെ പോയിട്ട് വേണം പലയിടത്തും പോകും. ഇല്ല പമ്പ ഗണപതിയെ കണ്ട് അപ്പുറത്തോട്ട് പോകാന്ന് പറഞ്ഞു എറണാകുളത്ത് പോകുന്ന എല്ലാവരും തന്നെ അവിടെ ഒരു സ്റ്റോപ്പ് വെക്കുകയും കാണുകയും ചെയ്യുക, മാത്രമല്ല സാറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. എനിക്കൊന്ന് സജഷൻ എന്ന് പറയുന്നത് സാർ, അതിനകത്ത് ഈ കേസ് ടേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഹോമിയോപ്പതി പെർസ്പെക്റ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പം ഈ കൗൺസിലിംഗ് ചില ഈ കൺസോലേഷൻ അല്ലെങ്കിൽ ടോക്കിംഗ് അഗ്രവേഷൻ ഉള്ള കേസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇവരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മോണിറ്ററിങ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഉണ്ട് സാറേ. അല്ല നമ്മൾ ഈ ഡോക്ടർ ലക്ഷ്മിയുടെ വകുപ്പില് നമുക്ക് അനുഭവപ്പെട്ട ഒരു 20% ആളുകള് ഞങ്ങൾക്ക് ഹോമിയോപ്പതിക്ക് വേണ്ട, മറ്റേ ട്രെയിനിങ് മതി, തെറാപ്പി മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ബാക്കി എന്നാലും 80% നമ്മൾ ട്രീറ്റ്മെന്റ് എവിടെ അലോപ്പതി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ട്രീറ്റ്മെന്റ് ഇതിന് ഹോമിയോപ്പതി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഹോമിയോപ്പതി മാത്രം കൊടുക്കുന്ന ഇതിന്റെ ചികിത്സാ സമ്പ്രദായമുള്ള പിള്ളേരുടെ ഇത് നമ്മുടെ സായി പ്രയാഗി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എല്ലാം മോഡേൺ മെഡിസിൻസാണ് കൊടുക്കണം. അപ്പൊ ആ രീതിയിലാണെങ്കിലും നമുക്ക് കുറെ അച്ചീവ്മെന്റ് ഉണ്ട്. അത് കുറെ കൂടെ ഫുൾഫില്ലിങ് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ശാസ്ത്രീയവശമാക്കി ഇതിന് ഒത്തിരി പ്രോട്ടോകോൾ നിയമങ്ങൾ അനുശാസിക്കേണ്ടതുണ്ട്. അതെല്ലാം ആധികാരികമായിട്ട് എടുത്തു തന്നെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കാര്യം നമുക്കിതൊരു കോഴ്സായിട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനൊരു കോച്ചിങ് സെന്ററായിട്ട് ഒക്കെ വളർത്താനുള്ള ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ നിയമപ്രാബല്യം എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഫെലോഷിപ്പ് തുടങ്ങാൻ പറ്റും. 1 ഇയർ കോഴ്സ് തുടങ്ങി പിന്നെ ഭാവിയിൽ വലുതാക്കുകയും ചെയ്യാം. അതുപോലെ ആ ഡയഗ്നോസ്റ്റിക് ടൂൾ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് പബ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഒരു പബ്ലിക്കേഷൻ ഉണ്ടാകുക. അതുപോലെ ഒരു മീഡിയ റൂം, അതായത് റെഗുലർ ബ്രീഫിംഗ് മീഡിയ, അത് വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ ആളുകളെ വാഴ്ത്തുന്നതും വീഴ്ത്തുന്നതും മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ സപ്പോർട്ട്, അവരുമായിട്ട് റെഗുലർ ആയിട്ടുള്ള കോണ്ടാക്ട് കൊടുക്കുക, അവർക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഗുണം ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ഈ റിസർച്ച് ലെവലും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ട് സാർ. അത് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, റിസർച്ച് പാർട്ടും കൂടെ. അതെ, ഇപ്പൊ തന്നെ DM കോഴ്സിനകത്ത് പാലിയേറ്റീവ് കെയർ ഒരു പരിപാടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അത്തരം കോഴ്സുകളെ നമ്മൾ എന്ത് എഫേർട്ട് എടുത്തുകൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പം NCHന്റെ പ്രസിഡന്റ് നമ്മുടെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു. IFPHന്റെ ഒരു എഫേർട്ട് അത്തരം കാര്യം എടുക്കണം എന്നൊക്കെ പറയാനുണ്ട്.
എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്യുക. ഇത്രയും വലിയ എഫർട്ട് എടുക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ദയവായിട്ട് പറയുക. അതുപോലെ എനിക്ക് പറയാം, നമ്മൾ ഇത്രയും കാലം ലാക്ക് ചെയ്ത ചില ഏരിയാസ് ഉണ്ട്. ഇപ്പൊ സാറ് ഇത്രയും സ്പെഷ്യലൈസേഷനകത്ത് പറഞ്ഞല്ലോ. അപ്പൊ മാൻ പവർ വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഡിസ്പെൻസറി നോക്കിയാൽ പോലും ഇത്രയെങ്കിലും ഒരു 50 വർഷത്തോളമായിട്ട് ഒരു മിനിമം സ്റ്റാഫ് പോലും. ഇപ്പൊ അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉണ്ടായപ്പോൾ അവിടെ യോഗ ഇൻസ്ട്രക്ടറും ഒരു മൾട്ടി ടാസ്ക് വർക്കറും ആശാ പ്രവർത്തകർ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് സ്ഥാപനത്തിൽ നിറവുണ്ടായി. ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഒരു 50 വർഷത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇനി അടുത്തൊരു 25 വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് മാറേണ്ടതുണ്ട്. മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രീതി ഒരുപാട് മാറിക്കഴിഞ്ഞു. സ്പെഷ്യലൈസേഷൻ വളരെ ആയി കഴിഞ്ഞു. മാത്രമല്ല എക്യുപ്മെന്റ്സ് അത് വളരെ അത്യാവശ്യമാണ്. അവര് മരുന്നില്ലെങ്കിൽ പോലും അവർ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ബ്രീത്തിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ബെൽഡോണയും ബ്രയോണയും കൊടുത്തിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. അത് സാറിന്റെ വിഷണറി വളരെ ഭംഗിയായിട്ടുണ്ട്. സാറ് നല്ലോണം നിർവഹിക്കുകയും ചെയ്തു. അപ്പൊ മാത്രമല്ല സാറ് പറഞ്ഞ സ്ഥലപരിമിതി പറഞ്ഞല്ലോ. നമ്മുടെ പരിമിതി നമുക്ക് പരിമിതിയില്ല. കാരണം നമ്മുടെ ഇതെന്ന് വെച്ചാൽ ആകാശമാണ് നമ്മുടെ പരിമിതി. അവിടെ എത്ര വേണം അങ്ങോട്ട് വളരാൻ തീർച്ചയായിട്ടും കഴിയും. അതെ, നമ്മുടെ എഫർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ സക്സസ് ആകും അല്ലേ? തീർച്ചയായിട്ടും പറയുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. നമുക്ക് മറിയാമ ഡോക്ടറെ സംസാരിക്കാമോ? ആ പറയൂ ഡോക്ടറെ. ഡോക്ടറെ, സാറേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പം മധു ഡോക്ടറെ കാണണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല, ഈ സ്ഥാപനത്തിൽ എന്റെ കൺസൾട്ടിങ് എന്റെ ചേംബറിൽ തന്നെയാ, കാട്ടൂര് തന്നെയാ. ഞങ്ങള് ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന കേസസുകൾ IP ആകുമ്പോൾ ഡോക്ടർ ലക്ഷ്മിക്ക് കൊടുക്കും. ഞാനും പോയി ഇടക്ക് നോക്കും. അവിടെ ഞാൻ കൺസൾട്ടിങ് OP വെച്ചിട്ടില്ല. അവിടെ ഡോക്ടർ ലക്ഷ്മി ഉണ്ടല്ലോ എല്ലാത്തിനും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന കേസസുകൾ IP വേണ്ടടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യും. ഇല്ലാതുള്ള പരിശോധനകൾക്കൊക്കെ ആണെങ്കിൽ അവിടെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഡോക്ടർ ലക്ഷ്മി ഹോമിയോപ്പതിക്ക് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഈ എക്സ്റേ ആണെങ്കിലും ബാക്കി തെറാപ്പി ആണെങ്കിലും എക്സാമിനേഷൻ ആണെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് തരും. ഇവിടെ ആളുകൾക്ക് എവിടെയാ ഇഷ്ടം അവിടെയാണോ ഇവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. നമ്മള് പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ചെറിയ മോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ്. അതെ, നമ്മൾ അത്യാവശ്യത്തിന് പോവും. ഇല്ലെങ്കിൽ വീക്കിലി വൺസ് നമ്മൾ പോവും. പിന്നെ ഞാൻ എന്റെ നോട്ടത്തില് ലക്ഷ്മി മോസ്തുതി പറയും, എല്ലാ ലക്ഷ്മി എഫിഷ്യന്റ് ആണ്. എന്റെ കൂടെ ഇരുന്നു അല്ലാതെയുള്ള എഫർട്ടും പിന്നെ കുറച്ച് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഹസ്ബൻഡിന്റെ സഹായത്തോടുള്ള സ്റ്റഡിയൊക്കെ ആകുമ്പം ലക്ഷ്മി അതൊക്കെ നോക്കിക്കോളും. ആളുകളും സാറ്റിസ്ഫൈഡ് ആണ്. എവിടെയെങ്കിലും ഒരു അൺസാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞെത്തും. അങ്ങനെ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യും. ഫീമെയിൽ വാർഡില് 3 ബെഡുണ്ട്, മെയിൽ വാർഡില് 2 ബെഡുണ്ട്. അത് കൂടാതെ 3 റൂമുണ്ട്, ഒരു സ്യൂട്ട് റൂം ഉണ്ട്. അപ്പൊ എന്തായാലും മറിയാമ്മ ഡോക്ടർ എന്തായാലും അധികം അങ്ങോട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ IFPHന്റെ അബ്ദുൽ സലാം സാറിനെ നന്ദി പറയാൻ ക്ഷണിക്കുകയാണ്. സാറേ. നമസ്കാരം. നമ്മുടെ സായി പ്രയാഗ് ഹോസ്പിറ്റലിന്റെ സാരഥികളായ നമ്മുടെ മധുസൂദനൻ സാറും ഡോക്ടർ ലക്ഷ്മിയും വളരെ നന്നായിട്ട് നമുക്ക് ഇന്ന് സദ്യ വിളമ്പി തന്നു. അതോടൊപ്പം തന്നെ നാം എല്ലാം വർഷങ്ങളോളം ആഗ്രഹിച്ച ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നുകൂടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടതും. ഇതൊരു മാതൃകയായി നമ്മുടെ IFPHൽ എല്ലാവരും എടുക്കുകയും പരസ്പരം സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കിട്ടുന്ന കേസുകളൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യാനും കൂടി ഒരു അവസരമാണ് ഇത്. പിന്നെ റിസർച്ച് നടത്താനും ഇതിൽ നിന്നും ഉയർച്ചയിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ ലക്ഷ്മി ആദ്യം വന്നപ്പോൾ നന്ദി പറയാൻ
അവസരം കിട്ടിയത് ഫസ്റ്റ് നമ്മുടെ IUPHൽ വന്നപ്പോൾ നന്ദി പറയാൻ അവസരം കിട്ടിയതും എനിക്കാണ്. അതുപോലെ തന്നെ മധുസൂദൻ സാറായിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഏതായാലും വളരെ സന്തോഷം. IUPHന്റെ പേരിലും എന്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. താങ്ക് യു സർ, ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്ക് വളരെ യു വെരി മച്ച്. നാരായണ ഗുരു പറഞ്ഞ പോലെ മാതൃകാ സ്ഥാപനമാണിത് എന്നായിക്കോട്ടെ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയുടെ നാളെ വയലാർ അനുസ്മരണം ഭാഗം 2 എല്ലാവരും കാണണം. ഇനിയും പുതിയ പുതിയ പരിപാടികൾ വരുന്നുണ്ട്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷ നിർത്തുന്നു. ശുഭരാത്രി നേരുന്നു. ശരി. ശരി, സർ.